ഇന്ന് ഞാനിവിടെ പറയുന്നത് മദർ തെരേസയെ കുറിച്ചാണ്. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രശസ്തയും ജീവകാരുണ്യ പ്രവർത്തകയുമായ ഒരു മഹനീയ വ്യക്തിത്വമായിരുന്നു മദർ തെരേസ. അൽബേനിയയിലാണ് ജനിച്ചു വളർന്നത് എങ്കിലും ഇന്ത്യയെക്കുറിച്ച് കുട്ടിക്കാലം മുതൽ തന്നെ മദർ തെരേസ കേട്ടിരുന്നു. അപ്പോൾ തന്നെ ഇന്ത്യയിലേക്ക് പ്രവർത്തനം നടത്തണമെന്ന് ഈ മഹത് വ്യക്തിത്വം തീരുമാനിച്ചിരുന്നു. അങ്ങനെയാണ് ഇന്ത്യയിൽ പശ്ചിമ ബംഗാളിൻ്റെ തലസ്ഥാനമായ കൊൽക്കത്തയിൽ തൻ്റെ പ്രവർത്തന കേന്ദ്രമായിട്ട് മദർ തെരേസ മാറ്റിയത്. ചെറുപ്പത്തിലെ മദർ തെരേസയുടെ പേര് ആഗ്നസ് എന്നായിരുന്നു. 8 വയസ്സുള്ളപ്പോൾ തന്നെ മദർ തെരേസയുടെ പിതാവ് മരിച്ചു. എങ്കിലും മദർ തെരേസയുടെ അമ്മ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒക്കെ മദർ തെരേസയെ താല്പര്യമുള്ളവളാക്കിയാണ് വളർത്തിയത്. അതായത് മറ്റുള്ളവരോട് അനുകമ്പയും ദയയും സ്നേഹവും എല്ലാം ഈ കുട്ടിക്കാലം മുതൽ തന്നെ തൻ്റെ മാതാവ് വളർത്തിയിരുന്നു. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു മദർ തെരേസയുടെ കുട്ടിക്കാല ജീവിതം. അപ്പോൾ അൽബേനിയയിൽ 1910 ഓഗസ്റ്റ് 26 ജനിച്ചത്. അതായത് ലോകശ്രദ്ധ നേടിയ ക്രൈസ്തവ സന്യാസിയായിരുന്നു. മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന കത്തോലിക്ക സന്യാസിനി സഭ സ്ഥാപിച്ച് കൊൽക്കത്തയിലെ പാവപ്പെട്ടവരുടെയും അനാഥരുടെയും രോഗികളുടെയും ഇടയിൽ പ്രവർത്തിച്ചു. 1979 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ഭാരത സർക്കാർ പത്മശ്രീയും ഭാരതരത്നവും നൽകി ആദരിച്ചു. 2016 സെപ്റ്റംബർ 4 മദർ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. 45 വർഷത്തോളം ലോകത്തിലെ വിവിധയിടങ്ങളിലെ അശരണരുടെയും രോഗികളുടെയും അനാഥരുടെയും ആശ്രയ കേന്ദ്രമായിരുന്നു മദർ തെരേസ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ധാരാളം ബഹുമതികൾ മദർ തെരേസ നേടിയെടുത്തു. നോബൽ സമ്മാനത്തിൻ്റെ ഭാഗമായി ലഭിച്ച 1,92,000 അമേരിക്കൻ ഡോളർ ഇന്ത്യയിലെ അവശതയനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു. ഫിലിപ്പീൻസ് ഗവൺമെൻറ് നൽകുന്ന മെഗ്സാസെ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് മദർ തെരേസയ്ക്ക്. മദർ തെരേസയ്ക്ക് ഇംഗ്ലീഷ്, ഹിന്ദി, ബംഗാളി ഉൾപ്പെടെ 5 ഭാഷയോളം വശമുണ്ടായിരുന്നു. ബംഗാളിൽ വന്ന് ബംഗാളി ഭാഷ പഠിച്ചു. അവിടെയുള്ള രോഗികളെ ചികിത്സിച്ചു. അതുപോലെ തന്നെ ആ കാലഘട്ടങ്ങളിൽ ബംഗാളിൽ പകർച്ചവ്യാധികളൊക്കെ പടർന്നു പിടിക്കുകയും ദാരിദ്ര്യം ഉണ്ടാവുകയൊക്കെ ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു. ഈ കാലഘട്ടത്തിൽ ബംഗാളിലെ ജനങ്ങളെ നല്ല രീതിയിൽ പരിചരിക്കുന്നതിൽ അവർ വളരെ വിജയിച്ചു. 1997 സെപ്റ്റംബർ 5 87-ാമത്തെ വയസ്സിൽ കൽക്കത്തയിൽ വെച്ച്